അഞ്ചംഗങ്ങളുള്ള ഒരു കുടുംബം കടപ്പുറത്ത് സായാഹ്നം ചെലവഴിക്കാൻ വന്നതായിരുന്നു. അവർ മണ്ണുകൊണ്ട് കൊട്ടാരം കെട്ടുകയും മണ്ണുവാരി കുട്ടികൾ പരസ്പരം എറിഞ്ഞു കളിക്കുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് അങ്ങകലെ ഒരു വൃദ്ധ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മുടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അവരുടെ വസ്ത്രം പഴകിയതായിരുന്നു. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവർ ഈ മണലിൽ നിന്ന് എന്തൊക്കെയോ പെറുക്കി തൻ്റെ ഭാണ്ഡത്തിൽ ഇട്ടുകൊണ്ടിരുന്നു. ഈ സ്ത്രീയെ കണ്ടതും അച്ഛനും അമ്മയും കുട്ടികളെ വിളിച്ചു പറഞ്ഞു, അവരെ സൂക്ഷിക്കണം, അവരുടെ അടുത്ത് പോകേണ്ട, അവരോട് സംസാരിക്കുകയും വേണ്ട. ഈ സ്ത്രീ കുട്ടികളുടെ അടുത്ത് ചെന്നപ്പോൾ കുട്ടികളോട് അഭിവാദ്യം ചെയ്തു. പക്ഷേ കുട്ടികൾ അവരെ പ്രതിഭിവാദ്യം ചെയ്തില്ല. അത് ഒന്നും മിണ്ടാതെ ആ സ്ത്രീ അതും ഇതും പറഞ്ഞുകൊണ്ട് അതും ഇതും പിറക്കി തൻ്റെ ഭാണ്ഡത്തിലിട്ട് കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞാണ് ആ അച്ഛനും അമ്മയും ഒരു വിവരം അറിഞ്ഞത്. ആ മനോരോഗിയായ സ്ത്രീ ചെയ്ത പ്രവൃത്തി അവിടെ കളിക്കാൻ വരുന്നവരുടെ, സായങ്കാലം ചെലവഴിക്കാൻ വരുന്നവരുടെ കാലിൽ മുറിവുണ്ടാകാതിരിക്കാൻ ആ മണൽ തീരത്ത് കൂടെ കിടക്കുന്ന കുപ്പിച്ചില്ലുകളും മുള്ളുകളും പിറക്കിക്കളയുന്ന ഒരു സ്ത്രീ ആയിരുന്നു അതെന്ന്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ പ്രവൃത്തി എന്താണെന്നറിയാതെ, അവരെന്താണ് ചെയ്യുന്നതെന്നറിയാതെ എത്രയോ മുൻവിധികളോടെയാണ് നാം മറ്റുള്ളവരെ കാണുന്നത്. മറ്റുള്ളവരുടെ നന്മകൾ, മറ്റുള്ളവരുടെ സ്നേഹമൊക്കെ നമ്മിൽ എത്തുന്നതിൽ നിന്നും, നമ്മളിൽ നിന്ന് അവരിലേക്ക് എത്തുന്നതിൽ നിന്നും തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുൻവിധി. ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും മുൻവിധിയുടെ മറയില്ലാതെ കാണാൻ നമുക്ക് കഴിയണം.